Celebrating 50 years. Majestic Jewelers. പുനർനിർമ്മിച്ച പഴങ്കുളങ്ങര ജുമാ മസ്ജിദും സരിയത്ത് ഹിഫ്ളുൽ ഖുർആൻ കോളേജ് കെട്ടിട ഉദ്ഘാടനവും ഏപ്രിൽ 8-ന് നടക്കും. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കെട്ടിടം നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കെട്ടിടം നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴങ്കുളങ്ങര ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഏകദേശം 70 വർഷത്തോളമായി ഈ പ്രദേശത്ത് ഒരു ചെറിയ 10-15 ആളുകൾ നമസ്കരിക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ പള്ളിക്ക് തുടക്കം കുറിക്കുകയും ആ കാലം തൊട്ട് തന്നെ ഈ പ്രദേശത്തുകാർ പൂർവികന്മാരായ മഹാന്മാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ 3-4 തവണ ഈ പള്ളി പുതുക്കി പണിതിട്ടുണ്ട്. ഏതാനും 3 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഞങ്ങൾ ഈ പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും നാളെ മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഈ പള്ളിയിൽ അസർ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത് ഈ പ്രദേശത്തെ ദീനീ സ്നേഹികൾക്ക് സമർപ്പിക്കുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നത് അൻസാറുൽ മുസ്ലിമീൻ സംഘം എന്ന ഒരു സംഘടനയാണ്. നമുക്കൊക്കെ അറിയാം, പ്രിയങ്കരനായ IP അഹമ്മദ് കുട്ടി മാസ്റ്റർ, പുളിക്കൽ മുഹമ്മദ് മാസ്റ്റർ, അവരുടെ കാലങ്ങൾക്ക് മുമ്പും ഒട്ടനവധി മഹത്തുക്കളൊക്കെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. 8, 9, 10 തീയതികളായി ദീനി പ്രഭാഷണവും പ്രാർത്ഥനാ ചടങ്ങും നടക്കും. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി കോയ ജമലുൽ അലി തങ്ങൾ, സയ്യിദ് പൂക്കോയ തങ്ങൾ, അലവി വെട്ടിച്ചിറ, MD അബ്ദുൽ മുസ്ലിയാർ, ആദിശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ, മുസ്തഫ ഫൈസിക്കോട്ട്, ഏലംകുളം ബാപ്പു മുസ്ലിയാർ, അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. മസ്ജിദ് നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ K കുഞ്ഞുമൊയ്തീൻ എന്ന കൽപ്പ ബാവ, മസ്ജിദ് നിർമ്മാണ കമ്മിറ്റി ട്രഷറർ പുളിക്കൽ മുഹമ്മദ് എന്ന ബാവ ഹാജി, പൂത്തല മുസ്തഫ ഹാജി, പുളിക്കൽ ഹംസ, കീഴടത്തിൽ മുഹമ്മദ് എന്ന ഷാഫി, പൂന്തല യാഹുട്ടി ഹാജി, സമീർ ഫൈസി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ പള്ളി പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഒരു ബഹുമാനപ്പെട്ട ഞങ്ങളെ ട്രഷറർ പുളിക്കൽ ബാവ ഹാജിയുടെ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു വാക്യത്വം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുണ്ടായത്, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കയ്യിരിപ്പ്. അത് ഇന്ന് ഏകദേശം 3 കോടിയോളം രൂപയിലാണ് ഞങ്ങൾ മസ്ജിദിൻ്റെ പ്രവർത്തനം മാത്രം എത്തി നിൽക്കുന്നത്. ഇത്ര മനോഹരമായ ഒരു മസ്ജിദ് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. അത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ആയിട്ട് ഇവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. വളരെ സെൻട്രൽ സൗകര്യത്തോടു കൂടി തന്നെയാണ് സ്ഥിരീകരിച്ചാണ് ഞങ്ങൾ ഈ പരിപാടി മസ്ജിദിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അപ്പോൾ ഞങ്ങളെ തുടർന്നുള്ള നല്ല സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. മസ്ജിദിൻ്റെ ഭംഗിയല്ല, അവിടെ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ നാട്ടുകാരായ മുഴുവൻ ആളുകളും ഇത് ശ്രവിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ഞങ്ങൾ മസ്ജിദ് സന്ദർശിക്കണം. ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും, ആരാധനാ കർമ്മങ്ങളിലും നിങ്ങളുടെ പങ്കാളിത്തം എല്ലാം തുടർന്നും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.